സാബു ജേക്കബ് ശരിക്കും സ്വന്തം കാര്യത്തിന് വേണ്ടി നിങ്ങളെ വഞ്ചിച്ചു എന്ന് പറയാം. അത് ശരിയാണ്, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് വഞ്ചിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാൻ പാടില്ലേ ഞാൻ ഇങ്ങനെ പോവാന്ന്? അതാ പറഞ്ഞ് ചോദിക്കാതെ പോയത് അരിവായി പോയി. പിന്നെ പുള്ളി ബി ജെ പിയിലേക്ക് അത് അവന്റെ ഇഷ്ടം. എനിക്കിപ്പോ ബി ജെ പിക്ക് പോകണമെങ്കിൽ അത് എന്റെ ഇഷ്ടം. അത് ആർക്കും ചെത്തിയായില്ലെന്ന്. പിന്നെ അതിന് പ്രതികാരം ചെയ്യണം ഇപ്പോഴല്ല, അത് ഇലക്ഷൻ വരുമ്പോൾ ചെയ്യും. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആളെ തട്ടിക്കൂട്ടിയൊക്കെ രൂപീകരിച്ച് കൊണ്ടേ വിറ്റുന്ന ആൾക്കാരൊക്കെ. ആർക്ക് വിറ്റു? ഒരു പാർട്ടിയിലും ഇല്ലാന്ന് പറഞ്ഞ ആള്, ഒരു പാർട്ടിക്കും പോകില്ല എന്ന് പറഞ്ഞ ആള് കൊണ്ടേ കൊടുത്തത് ആർക്കാന്ന് അറിയാൻ പാടില്ലേ. 2020 വലിയ രീതിയിലേക്ക് എന്താണ് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലേക്ക് കൊള്ളയടിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ആ കേന്ദ്ര സർക്കാരിനാണ് നിങ്ങൾ വീണ്ടും കേരളം ഏൽപ്പിക്കാൻ. 2020 കാര്യത്തിന് വേണ്ടി അവർ പോയത്. അവരെല്ലാ പാർട്ടിയും തള്ളിക്കളയാ ചെയ്ത്. കോൺഗ്രസ് തള്ളിക്കളഞ്ഞ്, കമ്മ്യൂണിസ്റ്റ് തള്ളിക്കളഞ്ഞു. ചതിയല്ലേ ഇത്ര ആൾക്കാരുടെ വോട്ട് പിടിച്ച്, ഇത്ര മഞ്ഞൾ വോട്ട് പിടിച്ച് ഈ ജനങ്ങളെ ചതിക്കണേ. ഞങ്ങളെ എല്ലാവരെയും, അതായത് ഈ നാടിനെ മൊത്തം വഞ്ചിച്ചു. വഞ്ചനയുടെ ഒരു കൂടാരമാണ് സാബു ജേക്കബ് എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പൊ രണ്ട് പാർട്ടിയുടെയും കൂടി ഇപ്പൊ BJP ആക്കി, അത്രേ ഉള്ളൂ. എന്നത് വേറെ ഒന്നുമില്ല, പറയാനൊന്നുമില്ല. ഇതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ സാബു സാർ ഏതായാലും ചതിക്കാൻ വേണ്ടിയിട്ട് ആരെയും ഒരു കാര്യവും ചെയ്യൂല. രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൽക്കാലിക നിലനിൽപ്പ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. 2020 എന്ന പാർട്ടി 2020 ആയിട്ട് പ്രവർത്തിക്കണം. 2020 അണികൾ പലരും തന്നെ സാബുവിന്റെ കള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞു. സാബു ജേക്കബ് അണികൾക്ക് നക്കാപ്പിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് സാബു ജേക്കബിന്റെ കമ്പനിയും മറ്റു കാര്യങ്ങളും നിലനിർത്തുന്നതിനും അപ്പൊ ഇതുപോലെ ഈ ഇവിടെ മാറാൻ നേരത്തെ ഇവിടെ ഒരു പുതിയ വെക്കാതെ നടത്തി. ശരിയല്ല, മോശം. ഇവിടെ 2020 തേനൊഴുക്കും പാലൊഴുക്കും എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ഒഴുക്കാനും പറ്റിയില്ല. പുള്ളിക്ക് ഈ ജനങ്ങളെ പറ്റിക്കുക മാത്രമേ ചെയ്തു. ഈ 2020 എന്ന് പറയുന്നത് ജനങ്ങളെ, കൃത്യമായി ഞാൻ പറയണേ, ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ ജീവിത ദൈനംദിന ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. കൂടിയേക്കുന്നത് BJP എന്നുള്ള പ്രസ്ഥാനത്തിന്റെ കൂടെയാണ്. ഞാൻ BJPയെ കുറ്റം പറയല്ല. 2014 ഗ്യാസിന്റെ വില 300 രൂപയായിരുന്നു, 1000 രൂപയാണ്. കൊള്ളയടി എങ്ങനെയാണെന്ന് ഡിഗ്രി എടുത്ത ആളുകളുടെ കൂടെ പോയി ചേർന്നിട്ട് നിങ്ങൾക്ക് എന്ത് നീതി കിട്ടാനാ? 2020 എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയെ ഇവിടെ ഓടിച്ചിട്ട് തല്ലണ ഒരു സ്റ്റേജാണ് ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ ഇടതും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്നവരായിരുന്നു. അവർ ഇലക്ഷനിൽ എങ്ങനെ ഒന്നിച്ച് എല്ലാവരെയും ചോദിച്ചു. കൂട്ടത്തിൽ കൂടി മെമ്പർമാരും ഭരണവും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാവരെയും ചോദിച്ചു. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് 2020 തട്ടകമായ കിഴക്കമ്പലത്താണ്. 2020 എന്ന പാർട്ടി തുടങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാകില്ല എന്ന് പറഞ്ഞാണ് അണികളെ വിശ്വസിപ്പിച്ചത്. ഇന്നിതാ NDAയുടെ ഘടകകക്ഷിയായിരിക്കുന്നു. ഇത്തരം ഒരു നീക്കുപോക്ക് നടത്തുമ്പോൾ അണികളോട് ഒന്നും മിണ്ടിയില്ല എന്നുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാബു ജേക്കബ് കൂടെയുള്ള അണികളെ വഞ്ചിച്ചോ? ഇനി കിഴക്കമ്പലത്തുകാർ പറയട്ടെ. സാബു ജേക്കബ് ശരിക്കും അണികളെ വഞ്ചിച്ചു. അവിടെ കൂടെ നിന്ന അണികളെ മുഴുവൻ വഞ്ചിച്ചു. ഇപ്പോൾ ED അന്വേഷണം മുറി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി BJPയിലേക്ക് ചേക്കേറി. അണികളെ മുഴുവൻ വഞ്ചിച്ചേക്കാണ്. എന്തുകൊണ്ട് അങ്ങനെ വഞ്ചിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയമായി എനിക്ക് LDF ഇല്ല, UDF ഇല്ല, അങ്ങനെ ഞാൻ ഇടതും പലതും ഒന്നിനും ഇല്ല, നമ്മുടെ വികസനമാണ് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കണേ. അങ്ങനെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറഞ്ഞ ശേഷം ഇപ്പൊ പുള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടി വഞ്ചിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ വഞ്ചിച്ചു. ഞാൻ ചോദിക്കുന്നത് സാബു ജേക്കബ് ശരിക്കും സ്വന്തം കാര്യത്തിന് വേണ്ടി നിങ്ങളെ വഞ്ചിച്ചു എന്ന് പറയാം. അത് ശരിയാണ്, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് വഞ്ചിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ വികസനത്തിന്, കിഴക്കമ്പലത്തിന്റെ വികസനം എന്നും പറഞ്ഞാണ് ഞങ്ങളോട് 2015 മുതൽ തുടങ്ങിയത്. അങ്ങനെ ചെന്നിട്ട് ഞങ്ങളെല്ലാവരും അത് വിശ്വസിച്ചു. പുള്ളിയുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റൊക്കെ നല്ല ഇതിലൊക്കെ നോക്കി. പക്ഷേ പുള്ളി നിലനിൽപ്പ് പുള്ളിയുടെ വേറെ ആയിരുന്നു, ഞങ്ങൾ വഞ്ചിക്കലായിരുന്നു ഉദ്ദേശം ഞങ്ങൾ തോന്നി. നിങ്ങളെ ചതിച്ചു എന്ന് പൂർണ്ണമായി ബോധ്യമായി. ഉണ്ട്. പുള്ളി ഒരിക്കലും NDAയുടെ ഭാഗമാകാൻ പാടില്ല. ആ ഒരു ആശയത്തോട് വിയോജിപ്പുള്ള ആളുകളൊക്കെ ശരിക്കും വഞ്ചിതരായി. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം അണികള് UDF ഇല്ല, LDF ഇല്ല, പാർട്ടി ഇല്ലാണ്ട് അവരുടെ കൂടെ വിശ്വസിച്ച് നിന്നവരാ. അവരെ എല്ലാവരെയും കൂടി തഴഞ്ഞും കൊണ്ട് പുള്ളി ഇപ്പൊ ഒരു സുപ്രഭാതത്തില് ആരോടും അഭിപ്രായങ്ങൾ ചോദിക്കാതെ പുള്ളി പോയി NDAയുടെ ഭാഗമായി ചേർന്നു. അല്ല, തീരുമാനം സാറ് കറക്റ്റായിട്ട് എടുത്തിട്ട് സംസാരിക്കാനായിരിക്കും എന്ന് നമ്മൾ കണക്കൂട്ടി. ഞാൻ ഇങ്ങനെ പോയി ജോയിൻ ചെയ്ത് ചേർന്നതിന് ശേഷം എന്താണെന്ന് അറിയില്ല, നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കമ്മിറ്റി ഉണ്ടെന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് നാടിനും നമുക്ക് നല്ലതാണെങ്കിൽ ചെയ്യുന്ന സാറ് കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ എൻ്റെ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ നമ്മൾ കൂടെ ഇല്ല. ആ കണ്ടീഷൻ നമ്മൾ നിൽക്കണം. കറക്റ്റായിട്ട് കാര്യങ്ങൾ എനിക്കറിയില്ല. ഈ 2020 എന്ന് പറയുന്നത് ജനങ്ങളെ, കൃത്യമായി ഞാൻ പറയണേ, ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ ജീവിത ദൈനംദിന ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. ഞാനത് കൃത്യമായി പറയാം. കൂടിയേക്കുന്നത് BJP എന്നുള്ള പ്രസ്ഥാനത്തിന്റെ കൂടെയാണ്. ഞാൻ BJPയെ കുറ്റം പറയല്ല. 2014 ഗ്യാസിന്റെ വില 300 രൂപയായിരുന്നു, 1000 രൂപയാണ്.
കൊള്ളയടി എങ്ങനെയാണെന്ന് ഡിഗ്രി എടുത്ത ആളുകളുടെ കൂടെ പോയി ചേർന്നിട്ട് നിങ്ങൾക്ക് എന്ത് നീതി കിട്ടാനാ? ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ചോദ്യം ആരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവില്ല. ഞാനത് കറക്റ്റ് അറിഞ്ഞിട്ട് പറയാം. എനിക്ക് BJPയുടെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷേ 20 സാറ് ചെയ്യുന്ന കാര്യങ്ങളും നാട്ടിനും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലതായിരുന്നു. അത് കാരണം നമ്മൾ കൂടെ നിന്നു. ഇനിയിപ്പോൾ നമുക്ക് കമ്മിറ്റിയിൽ എന്താ സംസാരിക്കണമെന്ന് അറിഞ്ഞിട്ട് വേണം. സാറ് പറഞ്ഞ സാറ് അതിനകത്ത് കൂടിയിട്ടില്ല, ഘടകകക്ഷിയായിട്ട് നിൽക്കണുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളായിട്ട് തന്നെ പോവും. BJP ആയിട്ട് കൂടി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ, BJPക്കാരല്ല നമ്മൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിലും പോലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് ചോദിക്കേണ്ടതല്ലായിരുന്നോ? ഒരു നിമിഷം നിങ്ങളൊന്ന് വിളിച്ചു കൂട്ടി ചോദിച്ചിട്ടല്ലേ ഇത്ര തീരുമാനം? കമ്മിറ്റി അവരുടെ നേതൃത്വത്തിനോടൊന്ന് അറിയിക്കേണ്ടതായിരുന്നു. അതൊരു അറിയിച്ചിട്ടില്ല. അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി പോയി എന്ന് ഞാൻ പറഞ്ഞ. ഇല്ല, എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല, അറിയാണ്ട് ഞാൻ പറയണില്ല. അണികളെ ചതിക്കല്ലേ ചെയ്തത്. ഈ എൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഏത് രാഷ്ട്രീയ പ്രചാരം ഏത് ഘടകകക്ഷികളും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല രാഷ്ട്രീയ മുന്നണികളും മാറാറുണ്ട്, പോകാറുണ്ട്. പക്ഷേ സാബു ജേക്കബിനെ സംബന്ധിച്ച് 2020 ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുഴുവൻ വെറും കള്ളന്മാരാണ്. രാഷ്ട്രീയക്കാർ വീട്ടിൽ വന്ന് ചൂല് എടുത്ത് അടിച്ച് ഓടിക്കണം, അവർ അഴിമതിക്കാരാണ്. സാധാരണക്കാരന് വേണ്ടിയാണ് 2020 നിലനിർത്തുന്നത്. ഒരു അഴിമതി നടത്താണ്ട് ഒരു പോലും വേറെ രീതിയിൽ പോവാണ്ട് മുഴുവനായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഈ സാബു ജേക്കബ് ഇപ്പോൾ ഏറ്റവും വലിയ ന്യൂനപക്ഷ പീഡനം മറ്റും നടത്തുന്ന NDA മുന്നണിയിലേക്ക് സാബു ജേക്കബ് പോയിരിക്കുകയാണ്. വടക്കേന്ത്യയിലും നോക്കിയാലും എവിടെ നോക്കിയാലും ഇവിടെ മറ്റ് ജാതീയമായിട്ട് സ്പർദ്ധ ഉണ്ടാക്കി തമ്മിലടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മാറുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാബുവിന്റെ നിലനിൽപ്പെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വീണ്ടും കുറച്ച് ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഉപകാരത്തിന് വേണ്ടി നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് നേടിയെടുക്കാം എന്നുള്ളതാണ്. ഒരു കാരണവശാലും അണികളുടെ മുന്നിൽ പറഞ്ഞു വെക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 2020 അണികൾ പലരും തന്നെ സാബുവിന്റെ കള്ളത്തരം മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് NDA മുന്നണിയെ മറ്റു രീതിയിൽ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങളെ ഇവിടെ പിഴിഞ്ഞെടുത്തുകൊണ്ട് കുറെ കോർപ്പറേറ്റ് മുതലാളികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിൽ സാബു ജേക്കബ് അണികൾക്ക് നക്കാപ്പിച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് സാബു ജേക്കബിന്റെ കമ്പനിയും മറ്റു കാര്യങ്ങളും നിലനിർത്തുന്നതിനും അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സാബുവിന്റെ കള്ളത്തരങ്ങൾ മറച്ചുവെക്കാനും ഈ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്ത് സാബുവിന്റെ കമ്പനിയിലെ തെറ്റായ രീതിയിലുള്ള ഇത് പോകാനും നിയമപരമായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കിട്ടേണ്ട രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ പോവാത്ത രീതിയിൽ സാബുവിന് നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് ഈ 2020 പ്രസ്ഥാനം ഇത് ഒരു കാപട്യ പ്രസ്ഥാനം നിലനിന്നത്. ചതിച്ചേക്കല്ലേ അത് ചതിച്ചേക്ക തന്നെയാ. ചതിച്ചല്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഒരു പാർട്ടിയിൽ വിശ്വസിച്ച ആ പാർട്ടിക്കാരെ കോൺഗ്രസിന് ഇടതുപക്ഷത്തിനും വന്ന് ഈ പാർട്ടീനെ വിശ്വസിച്ചവർ ഒരാൾ പോകുമ്പോൾ ഒരു കമ്മിറ്റി വിളിച്ചൊരു യോഗം കൂടാം. എന്നിട്ട് എന്താ വേണ്ടെന്ന് ചോദിക്കാം. ജനങ്ങളോട് ഒന്നും ചോദിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചതിക്കല് തന്നെയാ അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ പറയണെന്നോ? അപ്പൊ ഒരാളെ അങ്ങോട്ട് പോയി കഴിഞ്ഞു മറ്റവരെ വഴികാരാക്കിയോ? അവരെ വഴികാരാക്കി കളഞ്ഞില്ലേ? ബാക്കിയുള്ളവരിപ്പോ ഇനി തിരിഞ്ഞ് 4 വഴിക്ക് പോണത് കണ്ടില്ലേ? അത് ഒരിക്കലും ശരിയല്ല, ചതിവ് തന്നെയാ ഇത്. എന്ത് പറയാൻ പാടില്ലേ? അങ്ങനെ പോകാൻ പാടില്ല. ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പൊ ഒരു കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രി പോയി, ഒരു MLA പോയി, അയാളെ അങ്ങോട്ട് പോകണുള്ളൂ ഇല്ലേ? ഈ അണികൾ ഇവരെ എല്ലാവരും വിശ്വസിച്ച് കയറിയവരെ ചതിക്കുക ആണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാൻ പാടില്ലേ ഞാൻ ഇങ്ങനെ പോവാന്ന്? അതാ പറഞ്ഞ് ചോദിക്കാതെ പോയത് ചതിവായി പോയി. സ്വന്തം കാര്യത്തിന് വേണ്ടി ചതിച്ചോ? അത് എന്ത് കാര്യത്തിനായിപ്പോ പോയത്? അതിനല്ല, സ്വയ കാര്യത്തിനല്ല എന്ന് പറയണേ. പോയത് ചതിവ് തന്നെയാ, സംശയമില്ല. സംശയമില്ല, ചതിവ് തന്നെയാ, ഒരു സംശയമില്ല. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആളെ തട്ടിക്കൂട്ടിയൊക്കെ രൂപീകരിച്ച് കൊണ്ടുപോയി വിറ്റുന്ന ആൾക്കാരൊക്കെ. ആർക്ക് വിറ്റുന്നോ? ഒരു പാർട്ടിയിലും ഇല്ലാന്ന് പറഞ്ഞ ആള്, ഒരു പാർട്ടിക്കും പോകില്ല എന്ന് പറഞ്ഞ ആള് കൊണ്ടുപോയി കൊടുത്തത് ആർക്കാന്ന് അറിയാൻ പാടില്ലേ? BJP കൊടുത്തു. പിന്നെ കൊടുക്കാതെ പിന്നെ ചതിച്ചോ ശരിക്കും കൂടെയുള്ള ആളുകളെ? കൂടെയുള്ള ആളെ പിന്നെ ചതിക്കാതെ തന്നെ. അല്ല ഇപ്പൊ ഞാൻ വന്നപ്പോ ചോദിച്ചാൽ നിക്കറിട്ട് നിൽക്കണ ആരെയും ചോദിച്ചു. നിക്കറിട്ട് ബനീനുമായിട്ട് മറ്റേ വടിയും കൊണ്ട് നിൽക്കണത്. അപ്പൊ അവനവന്റെ ലാഭമല്ലേ അവനോ നോക്കണത്. ഈ ആളുകളൊക്കെ ഇനി ഒരു നമ്പർ അത്രേ ഉള്ളൂ. നമ്മുടെ അതായത് പോക്കറ്റ് വീർപ്പിക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് പിടിച്ചിരിക്കാൻ ചെയ്യണം. ചതിച്ചു ശരിക്കും എല്ലാവരെയും ചോദിച്ചു. കൂട്ടത്തിൽ കൂടി മെമ്പർമാരും ഭരണവും ഒക്കെ ഉണ്ടായിരുന്ന എല്ലാവരെയും ചോദിച്ചു. ഒറ്റയടിക്ക് ചതി കൊടുത്തു. കൊണ്ടേ വിറ്റ് വന്നിട്ട് കാശ് മേടിച്ചു. ചതിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയുടെ കൂടെ പുള്ളി പോകുന്നു. ഇഷ്ടമുള്ള ആൾക്കാർ പുള്ളിയോട് ചേരാം, അല്ലാത്തവർ വേണ്ടാന്ന് വെച്ചാൽ അത്ര ഉള്ളൂ അതിനകത്ത്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു BJPക്കാരനാണ്. പക്ഷേ പുള്ളി BJP പോയെന്ന് ഓർത്ത് ഞാൻ തെറ്റ് പറയില്ല. കാരണം ഓരോരുത്തർക്കും ഒരേ മൈൻഡാണല്ലോ. ഇപ്പം സാബു ജേക്കബ് പറയുകയാണ് പുള്ളിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. നമുക്ക് വേറെ മാറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ തീരുമാനം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ.
അതിനാരും പിടിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് ശരിക്കും 2020 ഈ BJP-യിലേക്ക് പോയതിന് സന്തോഷമുണ്ടോ? എനിക്ക് സന്തോഷമുണ്ട്. ആണല്ലേ? എന്തിനാ? രാജ്യത്തിന്റെ പുരോഗതിയിലെ രാജ്യത്തിന്റെ പുരോഗതി, കേരളത്തിന്റെ പുരോഗതിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. BJP ഒരു ഇപ്പൊ രണ്ട് പാർട്ടികളും മാറി മാറി ഭരിക്കാണല്ലോ. BJP ഭരിച്ചിട്ട് ഞാൻ പറഞ്ഞേക്ക് രണ്ട് പാർട്ടിയും മാറി മാറി കേരളം ഭരിക്കണ്ടല്ലോ. ഒരു ഭരണം മാറി പറ്റും BJP-ക്കാരും ഭരിച്ചിടത്തോട്ട് കുഴപ്പം. ഈ BJP കേന്ദ്രം ഭരിക്കുമ്പോൾ 297 300 രൂപയായിരുന്നു ഗ്യാസിന്റെ വില. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്. അപ്പോ ഇപ്പൊ ഒരു 1000 രൂപ ആയിട്ടുണ്ട്. അതിലെന്തെങ്കിലും സങ്കടം ഉണ്ടോ നിങ്ങൾക്ക്? രാജ്യ പുരോഗതി വേണമല്ലോ. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യം നമുക്ക് വിഷമുണ്ട്. നിത്യോപകരണങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അത് നമുക്ക് അത് പിന്നെ സ്വാഭാവികമല്ലേ. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് ഞാൻ ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 10,000 1500 കിട്ടും. നമ്മുടെ കുടുംബ ചെലവ് നടക്കുമ്പോൾ പിന്നെ ബാലൻസ് ഒന്നും കാര്യമായിട്ട് ഇപ്പോഴത്തെ വില കൂടുതലായിട്ട് ഉണ്ടാവില്ലല്ലോ, കിട്ടുന്നില്ല. കിട്ടില്ല. 2020 ആയിരുന്നപ്പോൾ നമുക്ക് സുഖമായിരുന്നു. കാരണം തന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 1500 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം സുഖമായിട്ട് കഴിഞ്ഞു പോകാം. ഞാൻ പറയുന്നത് 2020 വലിയ രീതിയിലേക്ക് എന്താണ് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലേക്ക് കൊള്ളയടിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ആ കേന്ദ്ര സർക്കാരിനാണ് നിങ്ങൾ വീണ്ടും കേരളം ഏൽപ്പിക്കാൻ ഞാൻ ചോദിക്കുന്നത്. ചെറിയ ചോദ്യമാണ്. ഈ വില കൂടുതലൊക്കെ ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അതിപ്പോ ഞാനെന്നല്ല ഏതൊരവനാണെങ്കിലും വിഷമമുണ്ടല്ലോ പാവപ്പെട്ടവർക്ക് എല്ലാവരും. പിന്നെ രാജ്യ പുരോഗതിക്കല്ലേ ഭരിച്ചോട്ടാ കിട്ടേ. ഭരിക്കട്ടെ, നല്ല കാര്യം. അടുത്ത തവണ വീണ്ടും നരേന്ദ്രമോദി കൊടുക്കണം. ഗ്യാസിന് 1500 ആക്കണം. എന്നാലും നമുക്ക് വേണമല്ലോ. 10 രൂപ കുറഞ്ഞിട്ടാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതല്ലാണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി ചെയ്യാം എന്ന് ഞാൻ പറയില്ല. രാജ്യപുരോഗതി അത് ഭരിക്കണ പാർട്ടി എല്ലാവരും അങ്ങനെയല്ലോ രാജ്യത്തിന് വേണ്ടി എന്നൊക്കെ. അതൊക്കെ സ്വാഭാവികം. അതൊക്കെ അങ്ങനെയൊക്കെ നടക്കും. അണികൾ ചതിക്കുന്ന പറഞ്ഞാൽ അണികൾ ഉണ്ടായത് എങ്ങനെയാണ്? അവർ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമല്ലേ അണികൾ ഉണ്ടായത്. അണികൾ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ അണികൾ ചേരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ചതിച്ചൊന്നും പറയാൻ പറ്റില്ല. അവർ ഒരു എന്തെങ്കിലും ഇടതും വലതും കൂടി ശ്വാസം പിടിച്ചപ്പം അവർക്ക് രാഷ്ട്രീയ പാർട്ടിയല്ലേ, ഇതൊരു രാഷ്ട്രീയ കക്ഷി ആക്കില്ല, രാഷ്ട്രീയ പാർട്ടി ആക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് ശരിയാണ്. അത് ആ സമയത്ത് അത്തരം ഒരു കോൺസെപ്റ്റിലേക്കാണ് ഈ പാർട്ടിയിലേക്ക് പോവുക. പാർട്ടി ചെയ്തു എന്ന് പറയുമ്പോൾ യോജിക്കാൻ കഴിയാത്ത BJP-യുടെ നയങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ള നയങ്ങളോട് യോജിക്കാൻ കഴിയാത്ത രീതിയിലേക്കാവുമ്പോൾ അവർ ചതിച്ചു എന്ന് പറയാൻ കഴിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇടതും വലതും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്നവരായിരുന്നു. അവർ ഇലക്ഷനിൽ എങ്ങനെ ഒന്നിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് 2020-ക്കെതിരെ മത്സരിച്ചില്ലേ? അപ്പൊ അതിനൊന്നും ആർക്കും പ്രശ്നമില്ല. ഞാൻ പറയുന്നത് അത് ഒരാൾ യോജിച്ചു എന്നുള്ളതല്ല. BJP അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് ചിലപ്പോൾ യോജിച്ചു പോകാൻ കഴിയാത്ത ആളുകളുണ്ടാവും. ഞാൻ പറയുന്നത് അണികളുടെ അതുണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. ആ രീതിയിലേക്ക് പാർട്ടിയുമായി ഒരു പാർട്ടിയായിട്ട് വരില്ല എന്ന് പറയുന്നിടത്ത് ഒരു പാർട്ടിയുടെ ഒരു ഘടകകക്ഷി ആവുക എന്ന് പറയുന്നത് അല്ല. പാർട്ടി ആവില്ല എന്നിട്ട് പാർട്ടി ആയാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇലക്ഷൻ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണല്ലോ മത്സരിച്ചത്. അവരിപ്പോൾ 2020 ആയിട്ട് മത്സരിച്ചു. അവർ പഞ്ചായത്തിൽ കുറച്ച് നഷ്ടപ്പെട്ടു, എടുത്തു, അത് വിട്ടു. ഇപ്പൊ അവർക്ക് നോക്കിയപ്പോൾ കക്ഷി ഇല്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവര് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അണികളെ ചതിച്ചെന്ന് എനിക്കൊരു തോന്നൽ ഇല്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമല്ലേ. അവര് BJP-യോട് കൂടെ ഒപ്പം ചേർന്ന് ചിലപ്പോൾ നല്ല ഭരണം ജനങ്ങൾക്ക് കാഴ്ചവെക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാർ വെറും 10 വർഷം കൊണ്ട് 1000 രൂപയായി തന്നിട്ടുണ്ട് ഗ്യാസിന്. 2020 പിന്നെ അതിലും ഭേദമാണ്. ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. BJP-യുടെ കൂടെ കൂടിക്കിട്ട് എന്ത് നല്ല ഭരണം കാഴ്ചവെക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? BJP ഇപ്പം ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കുന്നില്ലേ? ഇവിടുത്തെ റോഡുകൾ വികസിക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിക്കുന്നുണ്ടെന്നേ. അതെ, ഞാൻ പറയുന്നത് പെട്രോളിന് കൂടുതൽ വില കുറഞ്ഞിട്ടും പെട്രോളിന് ഇത്രയേറെ കയറ്റി നമ്മളെ പണം കൊള്ളയടിച്ചിട്ടാണ് ഈ സാധനം ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന് രണ്ടാമത് നല്ല റൂട്ടിലൂടെ പോണേ 100% ടോൾ കൊടുത്തിട്ട് മാത്രമേ യാത്രയും കഴിയുള്ളൂ. അല്ല, അടിസ്ഥാന സൗകര്യങ്ങളായ മെയിൻ ആയിട്ടുള്ള നമ്മുടെ റോഡ് തന്നെ നോക്കൂ. അതെ, ഞാൻ പറയുന്നത് റോഡുകൾ ഈ 2014 ശേഷമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിന് മുമ്പൊക്കെ മറ്റുള്ള ആളുകളൊക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ റോഡ് ഉണ്ടായിരുന്നു, അതിൻ്റെതായ തുടർച്ചയുണ്ട്. പക്ഷേ വേറെ വിഷയമുണ്ട്, ഇപ്പൊ പണം കൊടുക്കാതെ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നിങ്ങൾ രണ്ടും മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാം. അല്ല, അത് തെറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഉള്ളതുപോലെയുള്ള വികസനമല്ല, അതിലും അപ്പുറത്തായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് 50 പൈസ 1 രൂപ വെച്ചാൽ കൂട്ടിക്കൊണ്ട് ഇപ്പൊ 200, 100, 150 രൂപ വെച്ച് ഗ്യാസിനൊക്കെ ഒറ്റയടി കൂട്ടിക്കൊണ്ട് അതൊരു മെയിൻ ഘടകം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തിരിച്ചൊരു കാര്യം ചോദിക്കാം. കുറയുന്ന ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ആ പൈസ നമുക്ക് ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം കിട്ടുന്നുണ്ടോ? ആ അവകാശം കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം. പിന്നെ നിങ്ങൾ എന്താണ് ഈ സംഭവം സംസാരിച്ചത്? ജനങ്ങളെ കൊള്ളയടിക്കല്ലേ ചെയ്യുന്നത്? ജനങ്ങളെ കൊള്ളയടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനൊക്കെ ഒരു മറുപടി എൻ്റെ കയ്യിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇല്ല. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
അണികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാബു സാറ് ചതിച്ചിട്ടില്ല. സാബു സാറ് അണികളെ ചതിച്ചിട്ടില്ല. കാരണം സാബു സാറിനും ഈ 2020 എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയെ ഇവിടെ ഓടിച്ചിട്ട് തല്ലണ ഒരു സ്റ്റേജാണ് ഇവിടെ ഉണ്ടായത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ കഴിഞ്ഞ ഇലക്ഷന്, ഈ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന സമയത്ത് 2020-ക്കെതിരായിട്ട് 29 കക്ഷികളാണ് ചേർന്ന് രാഷ്ട്രീയക്കാർ. അതായത് അവർക്ക് ചിഹ്നം പോലും ഉണ്ടായിരുന്നില്ല. ഇടതിനും വലതിനും ചിഹ്നം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് ഉള്ള കളി കളിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം വന്നു കഴിയുമ്പോൾ നിക്കക്കളിയില്ലാത്ത ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ സാബു സാറ് ഒരുപക്ഷെ അങ്ങനെ പോയതായിരിക്കാം. ഈ BJP എന്നുള്ളതിന്റെ ഒരു ഘടകകക്ഷിയായി പോകുമ്പോൾ ഈ BJP-യെ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, കോൺഗ്രസിനെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, BJP ഇഷ്ടപ്പെടാത്ത ആളുകളോട് സമ്മതം പോലും ചോദിക്കാതെ പോകുന്നത് ആ പാർട്ടി അണികളിൽ വിഷമമുണ്ടാക്കില്ലേ? അത് ഒരുപക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ സാബു സാർ ഏതായാലും ചതിക്കാൻ വേണ്ടിയിട്ട് ആരെയും ഒരു കാര്യവും ചെയ്യൂല, ഇന്നുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് തോന്നണം. നമ്മളിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടെ രണ്ട് പാർട്ടിക്കാരും കൂടെ രക്ഷയില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ പോയേക്കാനാണ് പുള്ളി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇത് പാർട്ടിയുമായിട്ട് രൂപീകരിക്കുമെന്ന് ഒരിക്കലും പറഞ്ഞ വിഷയമല്ല. ഇല്ല, ഇത് അത് നിങ്ങൾ ആദ്യം പാർട്ടി ഉണ്ടാക്കി ആൾ തൊട്ടുള്ള നോക്കണം, എന്നാലാണ് അത് അറിയാൻ പറ്റുള്ളൂ. ഇത് ഇന്നല്ലോ പാർട്ടി ആയത്. ഇവിടെ കുറെ കോൺഗ്രസ്സുകാർ പുള്ളിനെ കൊണ്ട് പാർട്ടി ഉണ്ടാക്കിച്ചു. പിന്നെ ഇപ്പം രണ്ട് പാർട്ടി കൂടെയും കൂടി കഴിപ്പോൾ BJP-യുടെ ആക്കി. അത്രേ ഉള്ളൂ. എന്നത് വേറെ ഒന്നും ഇല്ല, പറയാനൊന്നുമില്ല. നാട്ടുകാരനൊന്നുമില്ല എനിക്ക്. ഇവർ തന്നെ പറഞ്ഞിടക്കും ഇവിടുത്തെ മാലിന്യം കടമ്പരയാറ്, ഈ കമ്പനി കിടക്കണം കടമ്പരയാറ്, നിങ്ങൾ തന്നെയൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കണല്ലേ. കടമ്പരയാറ് അവിടെ കിടക്കണം, ഈ കമ്പനി അവിടെ കിടക്കണം. അടികൂടെ തുറന്ന് മിറ്റ വെള്ളം കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ കൂടെ കൊണ്ടുപോകണ്ടേ. ഇതൊക്കെ രാഷ്ട്രീയ കളി. ഇന്ന് നമ്മളിതിന് പ്രതികരിക്കാതിരിക്കും, മിണ്ടാണ്ടിരിക്കുക. അവരുടെ ഭാഗം, അവരുടെ ബിസിനസ്, രാഷ്ട്രീയക്കാരുടെ ബിസിനസ്. തീർച്ചയായിട്ടും അണികളെ എല്ലാവരെയും, അതായത് ഈ നാടിനെ മൊത്തം വഞ്ചിച്ചു. വഞ്ചനയുടെ ഒരു കൂടാരമാണ് സാബു ജേക്കബ് എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞു. ഇനി അതിൽ കൂടുതൽ നമുക്ക് പാവപ്പെട്ടവർക്കൊന്നും സംസാരിക്കാണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇവിടെ 2020 തേനൊഴുക്കും പാലൊഴുക്കും എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒന്നും ഒഴുക്കാനും പറ്റിയില്ല പുള്ളിക്ക്. ഈ ജനങ്ങളെ പറ്റിക്കുക മാത്രമേ ചെയ്തു. പോരെ, ഇനി അതിൽ കൂടുതൽ എന്താ വേണ്ടത്? ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് നാട്ടിലുള്ളവർക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല അണികൾ ചതിച്ചതായിട്ട്. കാര്യം പുള്ളി തുടങ്ങിയ എല്ലാ നാട്ടുകാർക്കും അതിനെ കൊണ്ട് ഗുണമായിട്ടുള്ളൂ. 100% ആൾക്കാരെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർക്ക് ഈ നാടിൻ്റെ പുരോഗമനം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാനൊക്കെ ഒരു 10 വർഷം മുമ്പ് നമ്മളിവിടെ വന്നിട്ട് വളരെ മോശാവസ്ഥ കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം വളരെ അടിപൊളിയായിട്ടുണ്ട്. തെറ്റ് പറയാൻ പറ്റില്ല പുള്ളിനെ. പിന്നെ ഈ ഒരു തീരുമാനം എടുത്തത് അത് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയക്കാരെ അവിടെ കൊണ്ട് എത്തിച്ചാൽ പുള്ളിനെ, അത്രേ ഉള്ളൂ. അത് അടുത്ത ഇലക്ഷനിലല്ലേ അത് അറിയിക്കുന്നത് ഞങ്ങള്, മനസ്സിലായോ? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിപ്പോഴല്ല അറിയിക്കേണ്ടത്, അത് സമയമാകുമ്പോൾ അതറിയും. പിന്നെ ഈ പുള്ളി BJP-യിലേക്ക് അത് അവരുടെ ഇഷ്ടം. എനിക്കിപ്പോൾ BJP-ക്ക് പോകണമെങ്കിൽ അത് എൻ്റെ ഇഷ്ടം. അത് ആർക്കും ചെത്ത് ഞാനില്ലെന്ന്. പിന്നെ അതിന് പ്രതികാരം ചെയ്യണം ഇപ്പോഴല്ല, അത് ഇലക്ഷൻ വരുമ്പോൾ ചെയ്യും. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോലെ കൊടുക്കും. അപ്പൊ പണി അത് നല്ല സ്ഥാനാർത്ഥിയെ കൊടുക്കും. അപ്പൊ ഈ പ്രതികാരം ചെയ്യാൻ ഇലക്ഷൻ വരട്ടെ എന്നാ പറഞ്ഞല്ലേ? പിന്നെ അങ്ങനെ ഇലക്ഷൻ വന്നാൽ പ്രതികാരം കൊടുക്കും. അതായത് അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും കാണിച്ചു കൊടുക്കും എന്താണ് പവർ എന്നുള്ളത്. അണികളെ മുമ്പില് നിഷ്പക്ഷമായിട്ട് ചതിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? 2020 എന്ന പാർട്ടിയാണ് ആരംഭം തുടങ്ങിയത്. പിന്നെ ഇങ്ങോട്ട് BJP-യിലേക്ക് ലയിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല, അണികളോട് പറഞ്ഞിട്ടുണ്ടായില്ല. അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചതിച്ചോ? നമ്മളത് പറയുകയാണെങ്കിൽ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ചതിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ചതിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? സ്വന്തം കാര്യത്തിന് വേണ്ടി? സ്വന്തം കാര്യത്തിലല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൽക്കാലിക നിലനിൽപ്പ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. 2020 എന്ന പാർട്ടി 2020 ആയിട്ട് പ്രവർത്തിക്കണം. ചർച്ച ചെയ്തില്ല. അവര് പെട്ടെന്ന് വന്ന സംഭവം ആയതുകൊണ്ട് പറയാൻ പറ്റിയില്ല അവർക്ക്. അതെങ്ങനെ പെട്ടെന്ന് വരിക? ഒരു അണികളുമായി ചർച്ച നേരത്തെ തീരുമാനത്തിൽ പറഞ്ഞില്ലായിരുന്നു, നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അതാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടി മാറുന്ന ഒരു അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞാൽ സ്വന്തം കാര്യമല്ല, പുള്ളിക്കാൾ പിടിച്ചു വെക്കാൻ പറ്റണില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാം ഒറ്റക്കെട്ടായി ഒരു വണ്ടി ഇത് പിടിച്ചു കൊടി പിടിച്ചു നടന്നത്. ഇതിപ്പോ അങ്ങനെയല്ല. അപ്പോ ജനങ്ങളോട് അല്ലെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന അണികളോട് ചർച്ച ചെയ്യേണ്ടതല്ലേ? എനിക്ക് ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റില്ല, ഞാൻ BJP-യിലേക്ക് പോട്ടെ എന്ന് ചർച്ച ചെയ്യേണ്ടതല്ലേ? അത് പെട്ടെന്ന് സംഭവിച്ചു പോയി, അത് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്. അതായത് ED പെട്ടെന്ന് വന്നു, അല്ലെങ്കിൽ ED ചുമ്മാ തള്ളു പറയണം. ഓരോ പാർട്ടിക്കാർ റിപ്പോർട്ടർ ചാനലിലേക്ക് പറഞ്ഞു ED വന്നിട്ടൊന്നുമില്ല. അയാളെ ഒന്ന് 3 മണിക്ക് പത്രസമ്മേളനം, ED വന്നിട്ടൊന്നുമില്ല. ചുമ്മാ തരികട പറയുന്നത്. അപ്പൊ ഈ പാർട്ടി കൂടുതലുള്ള അണികളെ വിഷമത്തിലാക്കിയോ എന്നാ ഞാൻ ചോദിക്കുന്നത്. വലിയ ആക്കിയിട്ടൊന്നുമില്ല, അധികം പേര് പോയിട്ടില്ല. അത് നാട്ടുകാരും ജനങ്ങൾ ചുമ്മാ പറയുന്നത് അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. തീർച്ചയായും ചതിയല്ലേ? ഇത്ര ആൾക്കാരുടെ വോട്ട് വിട്ട്, ഇത്ര മഞ്ഞൾ വോട്ട് വിട്ട് ഈ ജനങ്ങളെ ചതിക്കണേ അല്ലേ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണമെന്ന് പറയണം. ഇത് എല്ലാവരെയും പറഞ്ഞ് നടക്കണല്ലേ? ഞാൻ അങ്ങോട്ട് പോവാണ്.
നരേന്ദ്രമോദിയോട് കെട്ടിപ്പിടിച്ചു. അതൊന്നും കുഴപ്പമില്ല. രാഷ്ട്രീയം അത് രാഷ്ട്രീയം അങ്ങനെ ചാടൂല. പക്ഷേ ജനങ്ങൾ ഈ 10 രൂപയുടെ കപ്പലിൻ്റെ വിൽക്കുന്ന ആൾക്കാർ അവിടെ മീൻ മാർക്കറ്റ്, ഇവിടെ ഒരു മാർക്കറ്റ് സിംഗപ്പൂർ വരുന്നതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞ സിംഗപ്പൂരിൽ നിന്ന് വന്നുള്ളൂ. സിംഗപ്പൂർ വണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ പുള്ളിക്കാരൻ്റെ കമ്പനിയിലെ ആൾക്കാരെ വണ്ട് സിംഗപ്പൂർ. അത് കാണാൻ നീ പറഞ്ഞാൽ നമ്മളെപ്പോഴും ആൾക്കാർ നിൽക്കുന്നുണ്ട്. സിംഗപ്പൂർ വന്നാ സിംഗപ്പൂർ വരാനുള്ളൂ. ഇനി സിംഗപ്പൂർ ഉണ്ടാവോ? എൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് എനിക്ക് മൂത്ത മോളെ 3 കൊല്ലം സാബുജേക്കപ്പൻ്റെ കമ്പനിയിൽ കിടന്ന എൻ്റെ കൊച്ചിൻ്റെ കല്യാണം വന്നപ്പോൾ പറഞ്ഞാൽ അറിയാം, എംപിരായനെ വിളിച്ചു, കാരിപ്പറിനെ വിളിച്ചു. നീ പറഞ്ഞ എല്ലാവരെയും പോയി ഞാൻ കണ്ട. എൻ്റെ 10 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടാണ് കൊച്ചിനെ കെട്ടിക്കണേ. അവന് കിഴക്കൻ നമ്മൾ വെല്ലുവിളിച്ച് പറഞ്ഞ ഒരൊറ്റ പെണ്ണുങ്ങളെ ഈ പറഞ്ഞ കെട്ടിക്കാനില്ല, എല്ലാം ഞാൻ കെട്ടിച്ചു കൊടുക്കും. അന്തോ 3 കൊല്ലം എൻ്റെ മോള് ഞാൻ മാന്യമായിട്ട് കെട്ടിച്ചുകൊണ്ട് കോതംകൊല്ലം. ഈ വാഗ്ദാനൊക്കെ ചുമ്പല്ലേ? ചോദിക്കണം, സ്വന്തമായിട്ട് ചോദിക്കണം. എല്ലാ കമ്മിറ്റിക്കാരെയും വിളിച്ച് ഇവിടെ ഒരു പുതിയ നേരത്തെ എത്ര പുതിയ ഇവിടെ നടത്തിയായിരുന്നു. അന്നേരം വിളിച്ചും ഇത് ഞങ്ങൾ ആവാമെന്ന് പറയണ്ടായിരുന്നു. ഇവിടെ നേരത്തെ 2020 ഉണ്ടാക്കാൻ നേരത്തെ എത്ര പ്രാവശ്യം ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, എത്ര യോഗം കൂടി. ആ സമയത്തൊക്കെ പറഞ്ഞു ഞങ്ങൾ 2020. അപ്പോൾ ഇതുപോലെ ഈ ഇവിടെ മാറാൻ നേരത്തെ ഇവിടെ ഒരു പുതിയ യോഗം വയ്ക്കാതെ നടത്തി. ശരിയല്ല, മോശമാണ്. ആ, ജനങ്ങളെ അല്ല അണികളെ ചതിക്കുന്ന അണികളെ ചേർത്ത് നേരത്തെ ഇവിടുന്ന് ജാഥയൊക്കെ നടത്താൻ നേരത്തെ ഒത്തിരി പ്രശ്നം ഉണ്ടായ. എന്നിട്ട് ഈ പ്രശ്നം വെച്ചപ്പോൾ BJP ചേരാൻ പോകുന്ന ഒരു പുതിയ യോഗം വെച്ചില്ല. അത് തെറ്റായിപ്പോയി. സാബു ജേക്കബ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അണികളെ വഞ്ചിച്ചോ? കിഴക്കമ്പലത്തുകാരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോയത്. നന്ദി, നമസ്കാരം.